ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, എന്നാൽ മനസ്സിലാക്കിയവർ അപൂർവവും. മറ്റൊരാളെ എറിയാൻ കയ്യിൽ കനൽ സൂക്ഷിക്കുന്നത് പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അതുപകരിക്കൂ. പാമ്പുകൾ അവയുടെ പടം പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ ഭൂതകാലത്തെയും നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റുക. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യാഥാർത്ഥ്യമായ നിങ്ങളെ ഇഷ്ടപ്പെടും. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. തൻ്റെ നന്മകളിലൂടെ തിന്മകളെ മറികടന്നവൻ ലോകത്തിന് വെളിച്ചമാകുന്നു. മേഘത്തിൽ നിന്നും പുറത്തു വന്ന പൂർണ്ണചന്ദ്രനെ പോലെയാണവൻ. ക്ഷമിക്കുന്നവർ ആകുക, മനസ്സിലാക്കുന്നവർ ആകുക, എന്നാൽ വിഡ്ഢിയാകരുത്. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ്. നീ തന്നെ നിനക്ക് വെളിച്ചമാകുക. തിന്മ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിലൂടെ നന്മയ്ക്ക് അതിൻ്റെ പരിശുദ്ധി തെളിയിക്കാൻ കഴിയും. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. വിശ്വസിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പാതിവഴി പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങളെ മുഴുവനായി സമർപ്പിക്കുമ്പോഴാണ് നിങ്ങളിലെ മികച്ചത് പുറത്തു വരുന്നത്. നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്. ശക്തമായ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കാണുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് തടസ്സങ്ങൾ. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിവുള്ളവർക്ക് അത് നേടിയെടുക്കാനും കഴിയും. ഒരു രഹസ്യവുമില്ല എന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ലക്ഷ്യം നേടാനായി പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നും അസാധ്യമല്ല. വിജയം തോൽവിയെ ഭയപ്പെടാത്തവർക്ക് മാത്രമുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണുനീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ്.